മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ. പൊഴിമുഖം മണൽ കയറി അടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നാളെ മുതൽ ശക്തമായ പ്രതിഷേധത്തിനാണ് മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത്. വി അരുൺ ഉണ്ട് മുതലപ്പുഴയിൽ നിന്ന്. അരുൺ, അവിടെ ഡ്രെഡ്ജിങ്ങിലൂടെ മണൽ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അതിന്റെ പല മടങ്ങ് മണൽ ആണ് ഈ പ്രദേശത്തേക്ക് തിരികെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡ്രെഡ്ജിംഗ് കൊണ്ട് ഫലമില്ല എന്ന നിലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതികരിച്ചിരുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? നമ്മൾ മുതലപ്പുഴയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തുന്ന സ്ഥലമാണ്. ഇതാണ് ഈ പൊഴി അഴിമുഖം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ അഴിമുഖം. ഇതുവഴിയാണ് വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ഒക്കെ ഇത് പൊഴിമുഖമാണ്. ഇവിടെ നിന്ന് കടലിലേക്ക്, ഇതിന് കുറച്ച് അപ്പുറത്താണ് കടലുള്ളത്. ഈ കായലിൽ നിന്ന് വള്ളങ്ങൾ കടലിലേക്ക് പോകുന്ന പൊഴിയാണിത്. ഈ കായലും കടലും ചേരുന്ന സ്ഥലം ഇത് പൂർണ്ണമായും മൂടപ്പെട്ട അവസ്ഥയാണ്. നമുക്ക് അതിന്റെ താഴത്തെ ദൃശ്യങ്ങൾ കൂടി, ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ, വലിയ വള്ളങ്ങൾ കടന്നു പോകുന്ന, വലിയ ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. വലിയ ആഴം വേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ഫുട്ബോൾ കളിച്ചുമൊക്കെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ ഒരു ഭാഗം കുട്ടികളൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഈ മണ്ണ് നിറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഇതൊരു മൈതാനം പോലെ മാറിയിരിക്കുന്നു. വള്ളങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ നിന്ന് ഈ കായലിൽ നിന്ന് കടലിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 4 ദിവസമായാണ് ഈ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടത്. ഇത് വലിയൊരു വിശാലമായൊരു മണപ്പുറമായി മാറിയിരിക്കുന്നു. നമ്മൾ ശംഖുമുഖം കടപ്പുറത്തുമൊക്കെ പോകുമ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു കടപ്പുറമായി ഇത് മാറിയിരിക്കുന്നു. മണം നിറഞ്ഞൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഇതുവഴി വള്ളങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ചെറിയ വള്ളങ്ങളെ കടലിലേക്ക് പോകാൻ ട്രാക്ടർ ഉപയോഗിച്ച് കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നു. ഇന്നും അതിന്റെ ഭാഗമായുള്ള പരിശ്രമങ്ങൾ ഇവിടെയുണ്ട്. ട്രാക്ടറൊക്കെ ഇവിടെയുണ്ട്. രാവിലെയൊക്കെ കുറച്ച് വള്ളങ്ങൾ ട്രാക്ടറിൽ കെട്ടിവലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതോടുകൂടി വലിയ വള്ളങ്ങൾ വരുന്നവർ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ചെറിയ വള്ളങ്ങൾ ഇത്തരത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് കെട്ടിവലിച്ചു കൊണ്ടുപോകാം. പക്ഷേ വലിയ വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. അതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ പ്രതിഷേധത്തിന് കാരണം. ചെറിയ വള്ളങ്ങളും പോകാൻ പാടില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട്. അതാണ് ഒരു തർക്കത്തിന് ഇപ്പോൾ കാരണമായിരിക്കും. ചെറിയ വള്ളങ്ങളുടെ ഉടമകളും വലിയ വള്ളത്തിലെ ഉടമകളും തമ്മിലുള്ള തർക്കമാണ്. എന്താണ് ഇവിടുത്തെ സമരസമിതി നേതാവ് നമ്മോടൊപ്പം ചേരുന്നു? എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ ഇവിടെ മണൽ നീക്കം തുടങ്ങുന്നില്ല, അതിനാണ് നിങ്ങളുടെ പ്രതിഷേധവും നിങ്ങളുടെ ആവശ്യവും ഒക്കെ. പക്ഷെ മണൽ നീക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ പ്രശ്നമായില്ലേ? കാര്യക്ഷമതയുള്ള മെഷീൻ ഉപയോഗിച്ചല്ലേ ഇവിടെ മണൽ നീക്കം നടത്തിയത്. ഇത് തോടുകളിൽ ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കത്തിന് ഒരു ഉപയോഗപ്പെടുത്തി. ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഈ ഡ്രഡ്ജർ ഇവിടെ സുഗമമായി ഇവിടെ വരുന്ന മണലൊഴുക്കിന്റെ ക്ഷമത അനുസരിച്ച് ഇവിടെ നമുക്ക് ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയില്ല. ശക്തമായ രീതിയിൽ നീരൊഴുക്കും അടിയൊഴുക്കും മണലൊഴുക്കുമുള്ള ഒരു ഹാർബറാണ് മുതലപ്പുഴ ഹാർബർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം നടത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിന് ഉദ്യോഗസ്ഥ മിത്രങ്ങളോട് ഞങ്ങൾ അറിയിച്ചതാണ്. എന്നാൽ അതൊന്നും അവർ മുഖവിലേക്ക് എടുക്കാതെ ഇത് തന്നെ കൊണ്ടിട്ട് ഈ അഴിമുഖം വഴി മത്സ്യബന്ധനത്തിന് പോകുന്നവരെ മുഴുവൻ ഏകദേശം 130-140ഓളം താങ്ങുവിലയിലെ വള്ളക്കാരും ഒരു വള്ളത്തിൽ ഏകദേശം 40-നും 50-നും വരയ്ക്ക് ജോലിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറുവള്ളക്കാർ ഏകദേശം 800-900ഓളം ചെറുവള്ളക്കാർ ഓരോ വള്ളത്തിലും 60-ഉം 6-ഉം 7-ഉം ജോലിക്കാരുണ്ട്. അപ്പൊ ഇത്രയും ഈ ജോലിക്കാർ എല്ലാവരുടെയും കുടുംബം പട്ടിണിയിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വള്ളങ്ങൾ ഇത് കറക്റ്റ് പൊഴിമുഖമാണ് അല്ലേ? ഇതാണ് മുഖം. ഇതിന്റെ മുഖം ഇതാണ്. ഇവിടുന്ന് എത്ര ആഴം വേണം സാധാരണ വള്ളങ്ങൾ കടന്നു പോകണം, വലിയ വള്ളങ്ങളൊക്കെ പോകണമെങ്കിൽ? സാധാരണ നമ്മുടെ ഗവൺമെന്റിന്റെ ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ പറയുന്നത് ഇതുവഴി സഞ്ചാരയോഗ്യമായ ബോട്ടുകളോ മറ്റും പോകുന്നതിന് 6 മീറ്റർ ആഴമുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി സുഗമമായി കടലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയും. ഇതിന്റെ 6 മീറ്റർ എന്നുള്ളത് ഏകദേശം 4 മീറ്റർ ആയപ്പോൾ തന്നെ കഴിഞ്ഞ 2024 നവംബർ മുതൽ തന്നെ ഉദ്യോഗസ്ഥങ്ങളോട് പറയാണ് ഇവിടെ പിന്നെ ഈ രീതിയിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം ഒന്നും മുഖവിലക്കെടുക്കാതെ ഈ രീതി അവസ്ഥയെ കൊണ്ടാക്കിയത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ ഗവൺമെന്റുമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇത് 6 മീറ്റർ ആഴം വേണ്ട സ്ഥലമാണ്.
അവിടെ ഈ അവസ്ഥ നമുക്ക് നടക്കാവുന്ന അവസ്ഥയിലേക്ക് മാറി. ഇത് എത്ര വർഷം ശേഷം ഇങ്ങനെ ഇവിടെ ഈ പൂർണ്ണമായും ഇത് പുഴിമുഖം അടയുന്നത്? കഴിഞ്ഞ 9 വർഷത്തിന് ശേഷം ആദ്യമാണ്. കഴിഞ്ഞ 9 വർഷത്തിന് ശേഷം ഇത് ആദ്യമാണെന്ന് പറയുന്നത്. ഈ 9 വർഷത്തിന് ശേഷം സ്ഥിരമായ ഡ്രഡ്ജർ ഉപയോഗിച്ച് അദാനി ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു. എന്നാൽ ജൂലൈ 21 തീയതി അദാനിയും സർക്കാരും തമ്മിലുള്ള കരാർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അദാനിയും സർക്കാരും തമ്മിൽ കരാർ കഴിഞ്ഞപ്പോൾ ഇവിടെ ഡ്രഡ്ജിംഗ് നടന്നില്ല. ആ ഡ്രഡ്ജിംഗ് കൃത്യമായ നടന്നുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഈ പ്രതിഭാസം ഇവിടെ ഉടലെടുക്കില്ലായിരുന്നു. അന്ന് തന്നെ ചെയ്യണമായിരുന്നു. അന്ന് തന്നെ വർഷത്തിൽ 2 തവണ ഡ്രഡ്ജിംഗ് നിർബന്ധം എന്ന് പറഞ്ഞ ഈ അഴിമുഖത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഡ്രഡ്ജിംഗ് ഇല്ല. 4 വർഷമായിട്ട് ഡ്രഡ്ജിംഗ് ഇല്ല. ചെയ്യുന്നത് മണൽ ബാന്തി യന്ത്രം കൊണ്ടിട്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്തത്. ഏകദേശം 1,50,000 കുവിക്കൽ അടി മണ്ണ് മാറ്റിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞങ്ങൾ അതല്ല പറയുന്നത്. അതിന്റെ 5 മടങ്ങോളം മാറ്റിക്കഴിഞ്ഞ് അതിന്റെ 100 മടങ്ങോളം ഇനി ഇവിടെ മാറ്റാനുമുണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ ഒരു ഭാവി പരിപാടി? കാരണം ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടല്ലോ ഇവിടെ. മത്സ്യബന്ധനമാണ് നിങ്ങളുടെ ഉപജീവനം. അതിൽ പോകാൻ പറ്റാതെ എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ത് പറയാനെന്നുള്ളത് വളരെ വ്യക്തതയില്ല. കാരണം കുടുംബങ്ങളെല്ലാം പട്ടിണിയാണ്. മക്കളുടെ വിദ്യാഭ്യാസം, അവർക്കുള്ള ശുശ്രൂഷ, അവർക്കുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ ഇതെല്ലാം സാമ്പത്തികം കണ്ടെത്തുന്ന മത്സ്യബന്ധനം നടത്തിയാണ്. അതെല്ലാം ഇവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള ഈ മൊഴി ശാശ്വതമായ രീതിയിൽ ഇതുവഴി പോയി ജോലി ചെയ്യാനുള്ള രീതിയിൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ദയവായി ആ രീതിയിൽ ഇത് തുറക്കാൻ നമ്മൾ അനുവദിക്കും. ഈ ചെറുവള്ളങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഇപ്പൊ പ്രതിഷേധിക്കാൻ കാരണം എന്താണ്? കാരണം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയെങ്കിലും ഉപജീവനം നടത്തിക്കൂടെ? സർക്കാരിന്റെ ഉദ്ദേശം ഇവിടെ നമ്മുടെ സർക്കാർ പറയുന്നത്, സർക്കാരിന്റെ ഉദ്ദേശം ഇവിടെ ഇംഗ്ലീഷുകാരന്റെ ഒരിതാണ്. ഇംഗ്ലീഷുകാരന്മാര് പണ്ട് ചെയ്യുമായിരുന്നല്ലോ ഡിവൈഡിംഗ് റൂൾ എന്ന് വെച്ചാൽ ഇവിടെ ചെറുവള്ളക്കാരെയും വലിയ വള്ളക്കാരുമായിട്ട് തരംതിരിച്ച് അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടായി അത് മുതലെടുത്ത് ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ഇവിടെ ഒരു ഐക്യമുണ്ടാക്കി എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു പൊറാട്ട് നാടകത്തിന്റെ ഒരിതാണ്. അതുകൊണ്ട് അത് ശരിയല്ല എന്നത് ചെറുവള്ളക്കാരെ നമ്മൾ ധരിപ്പിച്ചതാണ്. നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ തടഞ്ഞിട്ടൊന്നുമില്ല. തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വള്ളങ്ങൾ ഇപ്പൊ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതല്ല, ഇവിടെ ഒരു ഐക്യമുണ്ടാകുക എന്നതാണ് സർക്കാരിന്റെ ഈ ഡിവൈഡിംഗ് റൂൾ എന്നുള്ള ആ പരിപാടി ഇതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങൾ ചെറുവള്ളക്കാരോട് അറിയിച്ചത്. ഈ ചെറുവള്ളങ്ങൾക്ക് പോകാനുള്ള തടസ്സമില്ല, അവർക്ക് ഈ ട്രാക്ടർ ഉപയോഗിച്ചൊക്കെ പോകാം. അങ്ങനെ അവരെങ്കിലും ഉപജീവനം കഴിക്കണ്ടേ? അല്ല, ഇതിപ്പോ അവർ ഉപജീവനം കഴിക്കേണ്ടെന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് ചെറുവള്ളങ്ങളുടെ ആൾക്കാരാണ്, താങ്ങുവില വള്ളങ്ങളുടെ ആൾക്കാരല്ല. അപ്പൊ ഇതൊരിക്കലും അവർ പോകണ്ട എന്നല്ല, നമ്മളോട് സഹകരിക്കുക. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ട. വലിയ വള്ളങ്ങളാണ് ഇവിടുന്ന് പോകാനുള്ള സാധ്യത. ഇവിടെ ഏതാണ്ട് 200 വള്ളങ്ങളോളം ഇവിടെ നിലവിൽ വലിയ വള്ളങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ ഏതാണ്ട് 1 മാസമായിട്ട് ഈ വള്ളങ്ങളെല്ലാം കരയിലാണ്. വള്ളങ്ങൾക്കൊന്നും പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുപോരാതെ തന്നെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്, ഒരിക്കലും ഒരു ഹാർബറിലും, ഈ ലോകത്ത് തന്നെ ഒരു ഹാർബറിലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് നമ്മളെ ഒക്ടോബർ നവംബറോടുകൂടി തന്നെ പറഞ്ഞ് ഇവിടെ മണൽ വീഴുന്നുണ്ട്, നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് ഇതിൽ ഇടപെടണം, ഇതിന് കൃത്യമായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരാരും കേട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു സമരപരിപാടി രൂപീകരിച്ചു. ചെറുവള്ളങ്ങൾ എത്രയുള്ള ഇവിടെ ഉള്ളത്? ചെറുവള്ളങ്ങൾ ഏതാണ്ട് 300ഓളം വള്ളങ്ങൾ ഇവിടെ നിലവിലുണ്ട്. 300 പരം വള്ളങ്ങൾ, ഏതാണ്ട് 500 വള്ളങ്ങളോളം ഇവിടെ ഈ മുതലപ്പുഴ വഴി മത്സ്യബന്ധനം നടത്തുന്നു. എന്താണ് അടുത്ത സമരപരിപാടികൾ? നാളെ വലിയ ഉപരോധ സമരങ്ങളിലേക്ക് പോകുന്ന കേൾക്കും. എന്താണ് അതിന്റെ ഒരു സമരപരിപാടി എന്ന് പറയുന്നത്? ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, എപ്പോഴും തരുന്ന വാഗ്ദാനം പോലെ ഇപ്പോ കണ്ണൂർ അഴീക്കലില് ഒരു ഡ്രഡ്ജർ ഇപ്പൊ അവിടെ നിലവിലുണ്ട്, ഗവൺമെന്റ് ഡ്രഡ്ജർ. ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഡ്രഡ്ജറോ 2 ഡ്രഡ്ജറോ കൊണ്ടിട്ട് ഇത്രയും മണൽത്തിട്ടകൾ മാറ്റാൻ കഴിയുന്നത് പ്രായോഗികമല്ല. ആയതിനാൽ ഒന്നിലധികം എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ, അതായത് ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മെയ് 15 ഇവിടെ റഫാവും. ഈ റഫാവുന്ന സമയത്ത് പിന്നെ ഇവിടെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് ഇഴച്ചു കൊണ്ടുപോയിട്ട് റഫാവുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇനി എക്യുപ്മെന്റ്സ് ഇട്ട് ഇവിടെ അഴിമുഖത്ത് പണിയാൻ പറ്റില്ല, ആയതിനാൽ നമ്മൾക്ക് ഇനി 3 മാസം കഴിയട്ടെ, ഇതിന്റെ റഫ് ഒന്ന് മാറട്ടെ എന്ന് പറയും. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ, ഇപ്പോൾ സംഭവം മാർച്ച് ഏപ്രിൽ ആയതേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു 7-8 മാസം ഞങ്ങള് വീണ്ടും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ. അത് മാത്രമല്ല, നമ്മുടെ ഈ വള്ളങ്ങളെല്ലാം 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കടത്തിലാണ്. ഓരോ ബാങ്കിലും കടത്തിലാണ്. ഭാര്യമാരുടെയും സഹോദരിമാരുടെയും കല്യാണം കഴിപ്പിച്ച് അയക്കാൻ നിൽക്കുന്ന പെൺപിള്ളേരുടെയും നമ്മുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ബാങ്കിലാണ്.
കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. ഇപ്പതായി വരുന്നത് ഈസ്റ്ററാണ്. ഈ ഈസ്റ്ററിന് എല്ലാ വീടുകളും പട്ടിണിയിലോട്ടാണ്. അപ്പോ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കുന്നത് ശരിയല്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പൊഴിമൂടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ 3 പഞ്ചായത്തുകൾ, ചെറങ്ങീട് പഞ്ചായത്ത്, അഴൂർ ഗ്രാമപഞ്ചായത്ത്, അതേപോലെ തന്നെ വാവനൂരം പഞ്ചായത്ത്, 4 പഞ്ചായത്തുകൾ, കടയ്ക്കാവൂർ പഞ്ചായത്ത്, ഇത്രയും പഞ്ചായത്തുകൾ വെള്ളപ്പൊക്കത്തിലാവും. ഇത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ അവിടെ കിഴക്കുവശത്ത് വെള്ളം കയറി അവർ വീടൊക്കെ വെള്ളത്തിനടിയിലാവാൻ പോവുകയാണ്, ഞങ്ങൾ പൊഴി മുറിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ശക്തമായി നേരിടും. ഈ പൊഴി ഇവിടെ മുറിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ജീവിക്കേണ്ട എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ തീരുമാനം. ഇതാണ് അഭിലാഷ്, ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു വഴിയുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും അവരുടെ ഉപജീവന മാർഗം തടയപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തതയില്ലാത്തതാണ്. എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്? എന്ത് ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് ഒരുപാട് സമരങ്ങൾ ചെയ്തതാണ്. 10-35ഓളം സമരങ്ങൾ എല്ലാ സംഘടനകളും ചേർന്ന് നടത്തിയതാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ആൾക്കാർ പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു സംവിധാനമാണ് അധികാരികൾക്കുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പോഴേ ഏകദേശം 10-78ഓളം ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. 6-7 മീറ്ററോളം താഴ്ച ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇതിന് ഈ JCB പോലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് വാരിയെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം വാരിയാലും ഈ മണല് തീരൂല. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മുടെ കിഴക്ക് ഭാഗങ്ങളിൽ, അതായത് ചിറയൻകീഴ് താലൂക്കിന്റെ 8ഓളം പഞ്ചായത്തുകളിലൊക്കെ വെള്ളം കയറുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് എന്നിട്ട് പോലും ഒരു തീരുമാനമെടുക്കാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഒരുപാട് സമരങ്ങളും, അതായത് ഫിഷറീസിന്റെ സെക്രട്ടറി വരെ വന്ന് നേരിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ വള്ളങ്ങൾ പോകാനുള്ള എല്ലാ പൂർണ്ണമായും മുറിച്ചാലേ പൂർണ്ണമായിട്ടും ഇത് മുറിക്കണം. അതായത് നല്ല ആധുനിക സജ്ജീകരണങ്ങൾ, ട്രക്കിംഗ് പോലത്തുള്ള വലിയ സാധനങ്ങൾ വന്ന് ഈ മണല് ഇവിടെ നടിച്ചു മാറ്റിയാലേ പോകും. ഇത് എത്ര ടൺ മണലുണ്ടാവും? ഈ ഏകദേശം 1-2 JCB കൊണ്ടുവന്നിട്ട് കോരിയിട്ടൊന്നും ഒരു കാരണമില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്കും അവരുടെ ആത്മഹത്യയിലേക്കും തള്ളിവിടാതെ ഇതിന് ബന്ധപ്പെട്ട അധികാരികളും മന്ത്രിമാരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതുതന്നെയാണ് സമരസമിതിക്ക് പറയാനുള്ളത്. ഒരു സമരത്തിനപ്പുറത്തേക്ക് ജീവിക്കാനുള്ള അവരുടെ ഒരു ശ്രമമാണ്, അതിനുള്ള പരിശ്രമമാണ് ഈ സമരമായി മാറുന്നത്. കാരണം ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വള്ളങ്ങൾ അപ്പുറത്തേക്ക് പൊഴിമുറിച്ച് അപ്പുറത്തേക്ക് പോയാൽ മാത്രമേ മത്സ്യബന്ധനം സാധ്യമാകൂ. ചെറുവള്ളങ്ങൾക്ക് പോകുന്നതിന് പോലും ഇത്തരം സഹായങ്ങൾ വേണം. അത് സ്വാഭാവികമായും താൽക്കാലിക സഹായങ്ങളാണ്. അങ്ങനെയല്ല, ഈ നേരത്തെയുള്ള ആഴം ഇവിടെ ഉണ്ടായാൽ മാത്രം, മണൽ പൂർണ്ണമായും നീക്കി ഈ ആഴം ഉണ്ടായാൽ മാത്രമേ വള്ളങ്ങൾക്ക് കടലിലേക്ക്, കായലിൽ നിന്ന് പൊഴിമുറിച്ച് കടലിലേക്ക് പോകാനാകൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടുത്തുകാർക്ക് സാധാരണ പോലെ ജീവിക്കാനാകൂ. നമുക്ക് തൊട്ടടുത്ത വളരെ വ്യത്യാസമില്ല, ഇവിടെ തൊട്ടപ്പുറത്ത് കടലാണ്. ഇത്രയും ദൂരം ഈ മണ്ണ് രൂപപ്പെട്ടിരുന്ന സ്ഥലം മണൽ മാറ്റിയാൽ മാത്രമേ ഈ പൊഴിമുഖം അതിന്റെ പൂർവ്വസ്ഥിതിയിലാകൂ. അങ്ങനെയെങ്കിൽ മാത്രമേ സ്വാഭാവികത കൈവരൂ. ഈ ഹാർബർ നിർമ്മിച്ച ശേഷം 9 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്.